നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പേര് റിക്വസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ആണ് സ്റ്റഡി പ്ലാൻ. നമുക്കിപ്പോൾ എക്സാമിന് എത്ര ദിവസമുണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ആ കാൽക്കുലേറ്റ് ചെയ്ത ദിവസത്തിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടത് എന്നുള്ള ഒരു സ്റ്റഡി പ്ലാൻ അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും. നമ്മുടെ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന ചേട്ടനുണ്ട് പല സജി, എൻ്റെ 100ഓളം ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞാൻ എൻജോയ് എന്ന് പറഞ്ഞ പാട്ട് പാടുകയാണെന്നൊക്കെ പറയുന്ന ആ പുള്ളിക്കാരൻ. അപ്പോൾ അതുപോലെ നമ്മളോട് സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഇതിനെ സ്റ്റഡി പ്ലാൻ എന്നല്ല സ്റ്റഡി സ്ട്രാറ്റജി എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു പ്രോപ്പർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് നടക്കുമെങ്കിൽ എല്ലാവർക്കും അതേ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പാസ്സാവും. അപ്പോൾ അതില്ല, നമ്മൾ നമ്മുടേതായ രീതിയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ നമുക്ക് ഇനി എക്സാമിന് വേണ്ടിയിട്ട് എത്ര ദിവസം ഉണ്ടെന്ന് കാണിച്ചു തരാം. എവിടെ ഓക്കെ, ഇതാണ് നമ്മുടെ കാലണ്ടർ. ഈ വർഷത്തെ കാലണ്ടറാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, നമ്മളിപ്പോൾ ഇവിടെ എന്നാ നിൽക്കുന്നത്, ഏപ്രിൽ 21 നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏപ്രിൽ 21. ഓക്കെ, നമ്മുടെ കയ്യിൽ മെയ് കംപ്ലീറ്റ് ഉണ്ട്. നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നതാണ് ജൂൺ 27 നമ്മുടെ എക്സാം നടക്കുന്നത്. അതായത് ജൂൺ 27, ജൂണിൻ്റെ അവസാനത്തെ വീക്കിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച, അവസാനത്തെ വീക്കിൻ്റെ തിങ്കളാഴ്ചയാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ 27 ജൂൺ 27. ശരി, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ജൂൺ 27 തൊട്ട് മുന്നേ ഉള്ള ഒരു 7 ദിവസം വെറുതെ വിടുക. അതായത് 27 അതിന് തൊട്ട് മുന്നേ ഉള്ള തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ജൂൺ, അതായത് നിങ്ങൾക്ക് കഴിച്ചിട്ട് പോകാൻ കാണാൻ പറ്റില്ലേ, ഇതായിട്ട് വരും ജൂൺ 20. അപ്പോൾ 20 മുതൽ 27 വരെയുള്ള ഒരു 7 ദിവസം, 20 ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു 7 ദിവസം, 27 വരെയുള്ള 7 ദിവസം നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമുക്ക് പഠിച്ച കാര്യത്തിന് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാനുള്ള ടൈമാണ് ഈ 7 ദിവസം. അപ്പോൾ 7 ദിവസം ഞാനങ്ങ് മാറ്റി വയ്ക്കുകയാണ്. എന്നാണ് നമ്മുടെ എക്സാം നടക്കുമ്പോൾ 27, അതിന് തൊട്ട് മുന്നേയുള്ള ഒരാഴ്ച 7 ദിവസം നമ്മളെങ്കിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ജൂണിലുള്ളത് ഒരു 20 ദിവസമാണ്. ജൂണിലുള്ളത് നമ്മുടെ എത്രയാണ്, ഒരു 20 ദിവസം. ഓക്കെ, 20 ദിവസം പ്ലസ് മെയിലെ കംപ്ലീറ്റ് ദിവസങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. മെയ് 31 ദിവസമുണ്ട്. മെയിലെ 31 ദിവസങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. 51 ദിവസമായി. ഇന്ന് എത്രയാ, 21. ഈ മാസം ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? ഈ മാസം ഇനി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 7, 8, 9 ദിവസം ബാക്കിയുണ്ട്. ഇന്നും കൂടി കൂട്ടിയിട്ട് വേണമെങ്കിൽ 9 അല്ലെങ്കിൽ 8, 9 ഓക്കെ, എന്തിനായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ 9 കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ കയ്യിൽ ടോട്ടൽ 60 ദിവസം ബാക്കിയുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ഈ 60 ദിവസത്തെ സ്റ്റഡി സ്ട്രാറ്റജിയാണ് പറയുന്നത്. 60 ദിവസം കൊണ്ട് നമുക്ക് ഈ എൻറ്റയർ ടോപ്പിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുമോ, എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ പഠിക്കേണ്ടത്? കാരണം ചിലർ സിംഗിൾ ഗ്രൂപ്പ് ആയിരിക്കാം, ചിലർ ബോത്ത് ഗ്രൂപ്പ് ആയിരിക്കും. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ മനസ്സിൽ നമ്മൾ ഫിക്സ് ചെയ്യാം, ഞാൻ സിംഗിൾ ഗ്രൂപ്പാണ് എഴുതാൻ പോകുന്നത്, ഞാനിത് പഠിക്കും. ബോത്താണ് എഴുതാൻ പോകണമെങ്കിൽ പഠിക്കും. ഈ 2 മാസമൊക്കെ മതി നമുക്ക് ബോത്ത് ഗ്രൂപ്പ് നല്ല ടൈം നന്നായിട്ട് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് പഠിക്കാനുള്ള ടൈം ഈ 2 മാസം ഇനഫാണ്, മോർ ദാൻ ഇനഫാണ്. നിങ്ങൾ ഈ ഡെഡിക്കേറ്റഡ് ആയിട്ട് 2 മാസം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് ഇന്റർമീഡിയറ്റിന് പുഷ്പം പോലെ പാസ്സാവും. ഫൈനലിലെ കാര്യം ഞാൻ പറയുന്നില്ല, അത് കുറച്ചും കൂടെ വാസ്റ്റാണ്, നമ്മൾ കുറച്ചും കൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടി വരും. എന്തായാലും ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് ഇത് സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും. അപ്പോൾ 60 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ ഇന്നല്ല, നാളെ മുതൽ 60 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആഴ്ച, അതായത് ഒരാഴ്ച ബാക്കി വെച്ചിട്ട് അതിന് തൊട്ട് മുന്നേ ഉള്ള തിങ്കളാഴ്ച വരെ നമ്മൾ വെച്ചാൽ 60 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. ആ എക്സാമിൻ്റെ ലാസ്റ്റ് ഉള്ള 1 വീക്ക് നിങ്ങൾ റിവൈസ് ചെയ്യുക, സബ്ജക്റ്റിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുക, കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ലാസ്റ്റ് ഉള്ള ഒരാഴ്ചത്തെ കാര്യം. ഇതാണ് നമ്മുടെ ഡേറ്റിൻ്റെ ആ ഒരു ബൈഫോക്കേഷൻ ഞാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഡേയ്സ് മനസ്സിലായി. ഇനി നമ്മുടെ പരിപാടിയിലായിട്ട് കിടക്കാം. എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി, അതായത് 60 days സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ഫോർ CMA എക്സാമിനേഷൻ ജൂൺ 22. സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി സ്ട്രാറ്റജി സ്മാർട്ടാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം, നമുക്ക് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉയർച്ചയിലെത്താൻ പറ്റുമെന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡാണ്. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാളും മുന്നിലോട്ട് എത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അപ്രോച്ച്. അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവം. നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, വെറുതെ കിടന്ന് ഫുൾ ടൈം പഠിച്ചിട്ടോ അങ്ങനെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞുതരാം എന്തായിരിക്കണം നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി എന്ന്. ഞാൻ നിങ്ങളുടെ ഇതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ച് പോയിന്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പോയിന്റുകൾ നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്തോ. ഇത് ഫോളോ ചെയ്താൽ മാത്രമല്ല പാസ്സാവുന്ന, നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാം. സിംഗിൾ ഗ്രൂപ്പുള്ള ആൾക്കാർക്കും ബോത്ത് ഗ്രൂപ്പുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഈ 60 ദിവസം പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ട് 100% ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് പല രീതിയിലാണ്. എനിക്ക് കുറച്ച് സമയം എടുത്ത് ഒരാളുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് പഠിക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ചിലർക്ക് വായിച്ചു നോക്കിയാലും മനസ്സിലാവും, ചിലർക്ക് വേറെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ പലരുടെയും മെന്റൽ പവറും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും പലതാണ്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇനി എങ്ങനെയൊക്കെ പഠിച്ചാലും എത്രയൊക്കെ തലകുത്തിരുന്ന് പഠിച്ചാലും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് 80 to 90% ടോപ്പിക്കുകളാണെന്നൊരു ബോധം നിങ്ങൾ മനസ്സിലാക്കി ഉണ്ടാക്കി വെച്ചേക്കാം. അത്രയും മതിയോ പഠിച്ചാൽ? അത്രയും മതി, മനസ്സിലായി എന്ന് കരുതിയിട്ട് ഞാൻ ഒരു സബ്ജക്റ്റ് എടുക്കുക, അതിൻ്റെ 20% ടോപ്പിക്കാൻ മാറ്റി വെച്ചേക്കാം, അടുത്ത സബ്ജക്റ്റ് 20% ടോപ്പിക്കാൻ മാറ്റി. അങ്ങനെയല്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിനെ പഠിക്കാൻ ശ്രമിക്കാം. അപ്പോഴും നമുക്ക് സ്കിപ്പ് ചെയ്യുന്ന ഒരു 10%, ഒരു 20% അല്ലെങ്കിൽ ഒരു 15% ടോപ്പിക്കുകൾ അപ്പോഴും ബാക്കിയുണ്ടാവും. അത് പൊക്കോട്ടെ, അതിനെ പറ്റിയിട്ട് ബോധം ചെയ്യേണ്ട കാര്യമില്ല. ഉടനെ നമ്മുടെ കൂട്ടുകാരെ വിളിക്കും, എക്സാമിന് തൊട്ടുമേ അറിയാം ഇന്ന സാധനം പഠിച്ചോ, മച്ചാനെ മറ്റേത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചോ, കയ്യിൽ നിന്ന് പോയി. ഫുൾ ടെൻഷൻ, ഫുൾ പാനിക്, അതിനൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഈ എക്സാമിൻ്റെ ഈ 60 ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷേ
സബ്ജക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ എപ്പോഴും പറയും സബ്ജക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ട കാര്യം 80-90% ടോപ്പിക്കുകളായിരിക്കും ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ ഫുള്ള് കവർ ചെയ്യും, പക്ഷേ എനിക്കറിയാം എൻ്റെ മനസ്സിലൊരു ബോധ്യം വേണം. ഞാനൊരു 80-90% ടോപ്പിക്കുകളായിരിക്കും എൻ്റെ മനസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. 10% എൻ്റെ വീക്ക്നെസ് ആണ്, അത് ഞാൻ എന്നെ കൊണ്ട് പറ്റിയില്ല, ഞാനത് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ബോധ്യം നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. കാരണം 100% ടോപ്പിക്കുകളും പഠിച്ച് മലമറിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കാം. ശരി, അടുത്തൊരു കാര്യം, സിംഗിൾ ഗ്രൂപ്പാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഒരു ദിവസം 2 സബ്ജക്റ്റ് പഠിക്കുക. 2 ഗ്രൂപ്പ് ബോത്ത് ഗ്രൂപ്പാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം 4 സബ്ജക്റ്റ് പഠിക്കും. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ ഏതെങ്കിലും 2 സബ്ജക്റ്റ്, തിയറിയും പ്രാക്ടിക്കലും എടുക്കാം, അല്ലെങ്കിൽ തിയറിയും എടുക്കാം, അല്ലെങ്കിൽ പ്രാക്ടിക്കലും എടുക്കാം. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് തിയറി പ്രാക്ടിക്കൽ ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെനിഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ 2 സബ്ജക്റ്റ് മസ്റ്റായിട്ട് ഒരു ദിവസം പഠിക്കാം. ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ 4 സബ്ജക്റ്റ് പഠിക്കാം. ഇനി ടൈം എങ്ങനെ അലോക്കേറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ട്. തൊട്ടടുത്ത പോയിന്റ് ഇതാണ്, ടൈം മാനേജ്മെൻറ്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എപ്പോഴും നിങ്ങൾ രാവിലെ എണീക്കാനായിട്ട് ശ്രമിക്കാം. എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ദിവസം എണീക്കാനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ, രാവിലെ എണീക്കാനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര മടി പിടിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പലതും ചെയ്ത് തീർക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നേരത്തെ എണീക്കാം. നേരത്തെ എന്ന് പറഞ്ഞാൽ 5 മണിക്ക് എണീക്കണമെന്നും 4 മണിക്ക് എണീക്കണമെന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നേരത്തെ തോന്നുന്നത് അന്ന് എണീക്കാം. അതായത് നിങ്ങളിപ്പോൾ ഡെയിലി എണീക്കുന്ന ഒരു 9 മണിക്കാണെങ്കിൽ നിങ്ങളുടെ നേരത്തെ 7 മണിക്കായിരിക്കും 7 മണിക്ക് എണീക്കുക. നിങ്ങൾ ഡെയിലി 7 മണിക്ക് എണീക്കുന്ന ആണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എണീക്കുക, 6 മണിക്കോ 6:30ക്കോ ഒക്കെ എണീക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ നിങ്ങൾ എണീക്കുക. അതായത് നോർമലി ഇപ്പോൾ 9 മണിക്കാണ് നിങ്ങൾ എണീക്കുന്നെങ്കിൽ 9 മണി മുതൽ എനിക്ക് പഠിക്കണം. അതിൻ്റെ അർത്ഥം ഞാൻ 8 മണിയാകുമ്പോൾ എണീറ്റ് പല്ല് തേക്കുക, ഫുഡ് അടിക്കുക, കുളിക്കുക, നമുക്ക് വേണ്ട ചെറിയ സെറ്റപ്പുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കുക. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നേരത്തെ എണീക്കണം. നേരത്തെ എണീറ്റ് പഠിക്കാൻ ഒരു ടൈം നിങ്ങൾ അലോക്കേറ്റ് ചെയ്യണം. പഠിക്കാനായിട്ട് നിങ്ങളൊരു ടൈം അലോക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ 4 സബ്ജക്റ്റാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ രാവിലെ ഇപ്പോൾ എണീറ്റിട്ട് ഒരു ഫുൾ ടൈം ഇരുന്ന് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊന്നും അല്ല കീ. ഇങ്ങനൊന്നും പഠിച്ചാലും പാസ്സാവുന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഏത് രീതി വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഇപ്പോൾ 4 സബ്ജക്റ്റ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ 2 ഷെഡ്യൂൾ ഡിവൈഡ് ചെയ്യാം. 7 മണി തൊട്ട് ഒരു 9 വരെയോ, അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയോ, അല്ലെങ്കിൽ 12:30 വരെയൊക്കെ ഒരു ടൈം ഷെഡ്യൂൾ. അങ്ങനെ രാവിലെ 2 സബ്ജക്റ്റ്, ഉച്ച തൊട്ട് വൈകിട്ട് വരെ ഒരു സബ്ജക്റ്റ്, അതിനുശേഷം വൈകിട്ടിന് ശേഷം ഒരു സബ്ജക്റ്റ്. അങ്ങനെ നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്യുക. അതാണ് എന്താ പറയുക, സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ രാവിലെ ഫുൾ ഒരു സബ്ജക്റ്റ്, ഉച്ചയ്ക്ക് ചെയ്തൊരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ മിക്സഡായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾ ടൈം എന്തായാലും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. രാവിലെ എണീക്കുന്ന കാര്യം മറക്കരുത്. കൂടാണ്ട് MCQ പ്രാക്ടീസ് നിങ്ങൾ ഡെയിലി ചെയ്തേ പറ്റും മക്കളെ. MCQ പ്രാക്ടീസ് നിങ്ങൾ ഡെയിലി ചെയ്തേ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ എക്സാമിന് ഏകദേശം ആദ്യത്തെ 20 മാർക്കിന് MCQ ആണ്, പ്യുവർ MCQ. അത് കഴിഞ്ഞിട്ടുള്ള 20 മാർക്കിന് 1 വേർഡ് ആൻസേഴ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചോദിക്കുന്നത്. ഈ 40 മാർക്ക് നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റും. പോട്ട് ഒരു 30 മാർക്ക്, പോട്ട് ഒരു 25 മാർക്കുകൾ നമുക്ക് കിട്ടിക്കൂടെ. ഡെയിലി നിങ്ങൾ MCQ പ്രാക്ടീസ് ചെയ്യുക. എവിടുന്ന് പ്രാക്ടീസ് ചെയ്യും? നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റുകളുണ്ട്, ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ക്വസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന ഓരോ ഐറ്റത്തിനകത്തും MCQ ഇവിടെ ഉണ്ടെന്ന് തീക്ഷ്ണമായിട്ട് കോൺഷ്യസ് ആയിട്ട് നിന്ന് പഠിക്കാം. അതുപോലെ MCQസിന് കുറേ ബാങ്കുകൾ കിട്ടും. അതുപോലെ ഒത്തിരി സോഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ്, RTP, MTP, MCQ ബാങ്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ റിലീസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സൈറ്റിലും കാര്യങ്ങളും അവൈലാണ്. അത് ചെയ്യാം. കൂടാണ്ട് നമ്മൾ തന്നെ ഇനി MCQൻ്റെ വർക്കൗട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അൺഅക്കാഡമിയിൽ. ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് ഫ്രീ ആയിട്ട് MCQ സെഷൻ. അത് വെറുതെ അല്ല, ഒരു 100 രൂപ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസും കൂടെ തരുന്നത്. അങ്ങനെ നമുക്ക് MCQൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴല്ല, ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പറഞ്ഞു, കുറച്ചും കൂടെ എക്സാം എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക. 2 അല്ലെങ്കിൽ 4 സബ്ജക്റ്റ് പഠിക്കുക. എല്ലാ ദിവസവും MCQ പ്രാക്ടീസ് ചെയ്യാം. ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ പഠിക്കുന്നത് അതിൻ്റെ MCQ പ്രാക്ടീസ് ചെയ്യാം. ഇനി മെയിൻ ആയിട്ടാണ് റിവിഷൻ. ഇത് നിങ്ങൾ മറക്കരുത്. ഇതാണ് കീ. ഞാൻ പറഞ്ഞില്ലേ, ഒരു സബ്ജക്റ്റിൻ്റെ മുകളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. എനിക്കറിയാം വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകുന്നുണ്ട്. ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. വേറെ ഇത് നമുക്ക് പ്യൂർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉദ്ദേശം കൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ലാഗ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ വിട്ടേക്കാം. ഓക്കെ, റിവിഷൻ കീ ആണ്, മെയിൻ ആയിട്ടുമാണ്. റിവൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിപ്പിക്കുന്ന സമയത്തും അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യം വരാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു പകുതി വരെ ഞാൻ പഠിച്ചു. ഹൗസ് പ്രോപ്പർട്ടിയുടെ പകുതി വരെയാണ് ഞാൻ ഇപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം, ഹൗസ് പ്രോപ്പർട്ടിയുടെ ആദ്യം മുതൽ എവിടെ വരെയാണോ ഞാൻ പഠിപ്പിച്ചത് അത്രയും കാര്യങ്ങൾ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യും. 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് റിവൈസ് ചെയ്യും. അതിനുശേഷമാണ് അന്നത്തെ ടോപ്പിക്ക് ബാക്കിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേർ പഠിച്ച കാര്യം ഒന്ന് റിവൈസും ചെയ്യാം, ഒരു കണ്ടിന്യൂഷൻ വേണ്ടി കിട്ടും. പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. ഹൗസ് പ്രോപ്പർട്ടിയുടെ നമ്മൾ ലാസ്റ്റ് ദിവസം പഠിച്ച കാര്യമില്ലേ, ലാസ്റ്റ് ദിവസം പഠിച്ചത് അത് ഒരു 5 മിനിറ്റ് എടുത്തിട്ട്, ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ പകുതി മാത്രമാണ് പഠിച്ചത്. ആ പകുതി 5 മിനിറ്റ് എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിവൈസ് ചെയ്യാം. മനസ്സിലാവാത്ത പോയിന്റ് വീണ്ടും പഠിക്കുക. റിവൈസ് ചെയ്യുക 5 മിനിറ്റ് എടുത്ത് റിവൈസ് ചെയ്യുക. അതിനുശേഷം ഇൻകം ടാക്സിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ, അതായത് നിങ്ങൾ തുടങ്ങിയ ആ ബേസിക് കോൺസെപ്റ്റ്, റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്, അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്, 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ സാലറി, അത് കഴിഞ്ഞ് ഹൗസ് പ്രോപ്പർട്ടിയെ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞ ബാക്കിയുള്ള ഫുൾ ടോപ്പിക്, ഇതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്കുകളും കൂടെ 5 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്യാം. പറ്റും. പറ്റത്തില്ലെന്നാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ക്ലാസ്, ഡയറക്റ്റ് ടാക്സിൻ്റെ ക്ലാസ് കണ്ട കൂട്ടുകാരോട് ചോദിച്ചു നോക്ക്. നമ്മൾ അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ട് പറ്റും. ബേസിക് കോൺസെപ്റ്റ്, റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്, അവിടെ പറയുന്ന ഇങ്ങനെ കാര്യം, ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻ, അവിടെ വരെ 180 ദിവസം, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പെട്ടെന്ന് പടപടയെ പറഞ്ഞു പോകാം. എവിടെയെങ്കിലും തെറ്റാണെങ്കിൽ ബുക്ക് നോക്കുക, റിവൈസ് ചെയ്യാം.
ഉറപ്പായിട്ട് നടക്കും. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് എൻ്റയർ സബ്ജക്റ്റും തീർക്കണം, അതുപോലെ 5 മിനിറ്റ് കൊണ്ട് ലാസ്റ്റ് ദിവസം പഠിച്ചും തീർക്കണം. അങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ഇനി ലാസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കുന്നതെങ്കിൽ പോലും ഈ പറഞ്ഞ ഐറ്റം ഫുള്ള് തീർക്കാൻ പറ്റും. ഒരു ദിവസം നിങ്ങൾ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 10 മിനിറ്റ് ഇതിന് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക, എഫക്റ്റീവ് ആയിരിക്കും. എല്ലാ സബ്ജക്റ്റിനും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്തെന്ന് അറിയുമോ? അവസാനം വരുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഒരു സബ്ജക്റ്റ് മൊത്തം ഞാനിപ്പോൾ പറഞ്ഞു ഏൽപ്പിച്ചാൽ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഒരു ഓവർ കോൺഫിഡൻസ് അല്ല. നമുക്ക് ആ സബ്ജക്റ്റിന് ഇതാണ് നമ്മുടെ ആ സബ്ജക്റ്റെങ്കിൽ ഇതിനെ ഇങ്ങനെ മുറുക്കി പിടിക്കാനായിട്ട് പറ്റും നമുക്ക്. ഇതിപ്പോൾ ഓരോ ക്യൂബല്ലേ, ഇതിൻ്റെ ഓരോ കണ്ണികളല്ലേ, ഇതൊക്കെ ഓരോ ചാപ്റ്ററാണ്. ഈ ഒരു സാധനം ഈ ഒരു പാട്ട് നേരെയാക്കാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. എന്നിട്ട് ഇതിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നമ്മൾ മറന്നു. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യത്തിനെയും കൂടെ നമ്മൾ സോൾവ് ചെയ്ത് പോകുകയാണെങ്കിൽ അവസാനം നമ്മൾ ഈ ഒരു സാധനത്തിനെ മൊത്തം ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് ഞാൻ 5 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന പരിപാടിയില്ല, ഇത് എന്നെ കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. ഓവർ കോൺഫിഡൻസ് അല്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ റിവിഷൻ മസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലും റിവിഷൻ വേണ്ടാന്ന് വെക്കരുത്, ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ അവസാനം ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 10 days ഫസ്റ്റ് പേപ്പേഴ്സ്, അതായത് അവസാനം എക്സാമിനേഷൻ. ഇപ്പോൾ ഫസ്റ്റ് എക്സാം നടക്കാൻ പോണ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ലാസ്റ്റ് പഠിക്കുക. ഇത് ഞാൻ ലാസ്റ്റ് 20 days സ്റ്റഡി സ്ട്രാറ്റജിയിൽ പ്രിപ്പയർ ചെയ്ത പോയിന്റാണ്. ഈ പോയിന്റ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അതായത് അവസാനം നടക്കാൻ പോണ എക്സാം അവസാനം പഠിക്കുക, ആദ്യം നടക്കാൻ പോണ എക്സാം അവസാനം പഠിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാമല്ലോ, അത് എനിക്ക് പറഞ്ഞതാണ്. ഇനി അടുത്തൊരു പോയിന്റ്, ഈ പോയിന്റ് ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. കമ്പൽസറിലി ഫോളോ വെയിറ്റേജ്. മാർക്കിൻ്റെ വെയിറ്റേജ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യണം. ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ ടേമിൽ പഠിച്ചു, മാർക്കിൻ്റെ വെയിറ്റേജ് ഒന്നും ചോദിച്ചില്ല. അങ്ങനെയല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റ് എന്ന് ചോദിക്കുന്നത് 10% മാർക്കിന്, 10% മാർക്കിന് ആണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് ചോദിക്കുന്നത്. അതിനുശേഷം റെസിഡൻറ്റ് നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, ഈ വെയിറ്റേജ് പറയുന്ന പുള്ളിക്കാരുടെ ആൾക്കാരോട് ഞാൻ കുറച്ച് കാര്യം പറയാം. കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത് 50% കമ്പനി അക്കൗണ്ട്സ്, 50% ഓഡിറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആണോ? അതെ, കമ്പനി അക്കൗണ്ട്സ് 50%, ഓഡിറ്റിന് 50%. ഈ വെയിറ്റേജ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ലേ? ഈ വെയിറ്റേജിന് തന്നെയല്ലേ ചോദിച്ചേക്കുന്നത്, 50 തന്നെയല്ലേ ചോദിച്ചേക്കുന്നത്. അതുപോലെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് 70%, 30% എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ DTയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ബേസിക് കോൺസെപ്റ്റ് സെഷൻ 7 നിന്ന് 10%, 5 heads ഓഫ് ഇൻകത്തിൽ നിന്ന് 50%, അതിനുശേഷം ബാക്കിയുള്ളതിന് ഇത്ര %. ആ വെയിറ്റേജ് എന്തായാലും അവർ ഫോളോ ചെയ്യും. അപ്പോൾ ഈ വെയിറ്റേജ് നിങ്ങളുടെ മനസ്സിൽ വേണം. അതനുസരിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അതിന് അതിൻ്റെതായ ടൈം കൊടുക്കുക. 5 heads ഓഫ് ഇൻകത്തിൽ നിന്നാണ് കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത്, അത് നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ, നമ്മുടെ പേപ്പർ നമ്പർ 5, പേപ്പർ നമ്പർ എനിക്ക് ഓർമ്മ, ലോ ആൻഡ് എത്തിക്സ്, നമ്മുടെ ലോ പേപ്പർ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ, അതിൽ എത്തിക്സ് നിന്ന് 10% മാർക്കിന് ചോദിക്കും. ആ 10% മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ പോർഷൻ കിഡിലായിട്ട് പഠിച്ചു വെച്ചേക്കും, ചോദിച്ചിരിക്കും. ഇപ്പോൾ ഈ വെയിറ്റേജ് മാത്രം ചോദിക്കുമെന്നല്ല, എല്ലാം നിങ്ങൾ പഠിക്കണം, പക്ഷേ വെയിറ്റേജ് നിങ്ങളുടെ മൈൻഡിൽ കൊടുക്കണം. മൈൻഡിൽ കൊടുത്തിട്ട് വേണം പഠിക്കാൻ. കഴിഞ്ഞ വട്ടം ചോദിച്ചില്ലെന്ന് വെച്ചാൽ ഇത്തവണ ചോദിക്കാൻ പാടില്ല എന്നൊന്നുമല്ല, അത് വേറെ കാര്യം. അപ്പോൾ വെയിറ്റേജ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. ഓക്കെ, അടുത്തത് നോ നീഡ് ഫോർ പ്രാക്ടീസിങ് ഫോമുലാസ്. നമ്മുടെ ഫോമാറ്റ്സ്, നമ്മുടെ എക്സാം ഓൺലൈനാണ്. ഓൺലൈൻ എക്സാമിന് ഫോമുലാസിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, സോറി, ഫോമാറ്റ്സിൻ്റെ ആവശ്യമുണ്ടോ? ഫോമാറ്റ്സിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ആൻസേഴ്സ് മാത്രം എഴുതി കൊടുത്താൽ മതി. നമ്മുടെ കാൽക്കുലേഷൻ്റെ ഒക്കെ റഫ് പേപ്പറിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണക്കൊക്കെ ചെയ്ത് പഠിക്കുന്ന സമയത്ത് റഫ് പേപ്പറിൽ എങ്ങനെയാണ് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം. ഇത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, കാൽക്കുലേറ്ററിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് ആൻസർ മാത്രം കൊടുത്താൽ മതി. സ്റ്റെപ്പ് പ്രോബ്ലംസും അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഫോർമാറ്റിന് വേണ്ടിയിട്ട് അധിക സമയമൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല. സെറ്റ് ഡെയിലി ടാർഗറ്റ്സ്. നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യാം. ഇന്നത്തെ ദിവസം ഞാൻ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് കംപ്ലീറ്റ് ചെയ്യും, 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്ന് വിചാരിച്ചാൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെറും 30 മണിക്കൂർ കൊണ്ട് ഇൻകം ടാക്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കിടിലം ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ്സാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റ് ആയിട്ടൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തൊട്ട് മുന്നത്തെ വീഡിയോ നോക്കിയാൽ മതി. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഡെയിലി ടാർഗറ്റുകൾ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാം. ശരി, ഇനി എക്സാമിന് തൊട്ട് മുന്നേ ന്യൂ ടോപ്പിക്കുകളൊന്നും പഠിക്കാണ്ടിരിക്കാം. ഞാൻ ആ പറഞ്ഞ ലാസ്റ്റ് 7 ദിവസമല്ലേ, 7 ദിവസം നിങ്ങൾ പഠിച്ചോളാം. എന്നിട്ടും ടോപ്പിക്കുകൾ പെൻഡിങ് ഉണ്ടെന്ന് കരുതി ടെൻഷൻ അടിച്ചിട്ട് അത് പഠിക്കാൻ നിൽക്കുന്നത്, അത് നോക്കി ഇത് നോക്കി മറ്റേ നോക്കി മൊത്തം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള ആ പറഞ്ഞ കുറച്ച് ദിവസം, കുറച്ച് സമയത്ത് പുതിയ ടോപ്പിക്കുകളൊന്നും പഠിച്ചിട്ട് വെറുതെ സീനാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, കൂട്ടുകാരോട് സംസാരിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് എങ്ങനെയാണോ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യാം. നിങ്ങളുടെ സ്ട്രെസ്സിനെ എങ്ങനെയാണോ കുറയ്ക്കാൻ പറ്റുക അതൊക്കെ ചെയ്യാം. നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുക. ഒരു സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതെന്നെ കൊണ്ട് പറ്റുമെന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റൂ. നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റാതെ തോറ്റുപോയ ആൾക്കാരൊക്കെ എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇല്ലസ്ട്രേഷൻസ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഈ റെഡിൽ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. ഇല്ലസ്ട്രേഷൻസ് എല്ലാം കമ്പൽസറി ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇല്ലസ്ട്രേഷൻസ് എല്ലാം നിങ്ങൾ കമ്പൽസറി ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് മാക്സിമം വർക്കൗട്ട് ചെയ്യണം. മാക്സിമം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലസ്ട്രേഷൻസ് എല്ലാം എന്തായാലും വർക്കൗട്ട് ചെയ്യണം. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് മാക്സിമം എത്ര പറ്റുമോ അത്രയും ചെയ്യണം. ഇത് രണ്ടിനും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നിരിക്കുന്ന RTP MTP ഒക്കെ ഉണ്ട്. RTP MTPs. ഈ RTP MTP അതുപോലെ റിവിഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇല്ലേ,
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതൊക്കെ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. RTP MTP ക്വസ്റ്റ്യൻ ബാങ്കുകൾ, അതുപോലെ എന്താ പറയുക നമ്മുടെ MCQൻ്റെ ബാങ്ക്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇതിൽ MCQകളല്ല എന്തായാലും ചെയ്യണം. നിങ്ങളൊരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ MCQ എല്ലാം വീണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങൾ എന്തായാലും പ്രോപ്പറായിട്ട് എന്തായാലും ചെയ്തിരിക്കണം. ഞാൻ ഈ പറഞ്ഞ ഇലുസ്ട്രേഷൻസ് കമ്പൽസറി, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് മാക്സിമം, ഈ പറഞ്ഞ കാര്യങ്ങൾ ഓപ്ഷനാണ്. നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു 60 days സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് അർണോൾഡ് ഷ്വാർസ്നെഗറിൻ്റെ ഒരു കോട്ടാണ്. അർണോൾഡ് ഷ്വാർസ്നെഗർ അല്ലേ നമ്മുടെ ടെർമിനേറ്ററിൽ അഭിനയിച്ച മിസ്റ്റർ ഒളിമ്പ്യൻ, പുള്ളിക്കാരൻ പറഞ്ഞൊരു കോട്ടാണ്. നമുക്കൊന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്ക്യൂസ് ഉണ്ടാവും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഒന്നെങ്കിലും നമുക്ക് എക്സാം പാസ്സാവാതിരിക്കാനുള്ള എക്സ്ക്യൂസുകൾ പറയാം. എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എക്സ്ക്യൂസുകൾ പറയാം. അന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല, തലവേദനയായിരുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ക്ലാസ് ഭയങ്കര മോശമായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ല, വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറേ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറേ പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ട്. ഈ പറയുന്ന എനിക്കുൾപ്പെടെ എല്ലാവർക്കും ഉണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെ അതിജീവിച്ച് നമ്മൾ പാസ്സാകുമ്പോഴേ ഉള്ളൂ ഇതിനൊരു രസം. ഇതെല്ലാം ഓക്കെ ആയിട്ട് വളരെ പീസ്ഫുൾ മൈൻഡിൽ ഇരുന്ന് പഠിക്കാനാണെങ്കിൽ എല്ലാവർക്കും പറ്റും. അതിൽ കാര്യമില്ല. ഈ പറയുന്ന എക്സ്ക്യൂസുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. സമയമില്ല, ഫൈനാൻസ്, വീട്ടിലെ പ്രശ്നം, തലവേദന, ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ, അങ്ങനെ ഇങ്ങനെ മാങ്ങാത്തേങ്ങ എല്ലാവർക്കും ഉണ്ട്. ഒന്നെങ്കിലും നമുക്ക് എക്സ്ക്യൂസുകൾ പറയാം റിസൾട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് കൊണ്ട് ആ എക്സ്ക്യൂസിന് നമ്മുടെ വേണ്ട, അല്ലെങ്കിൽ നമ്മൾ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ വായടപ്പിക്കാൻ പറ്റും. ഒന്നുകിൽ റിസൾട്ട് അല്ലെങ്കിൽ എക്സ്ക്യൂസ്, നോട്ട് ബോത്ത്. ഇത് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ ഒരു കോട്ട് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക. എക്സ്ക്യൂസ് അല്ലെങ്കിൽ റിസൾട്ട്, നോട്ട് ബോത്ത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ ഉറപ്പ് തരാം, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിനേഷൻ പാസ്സാവാനായിട്ട് പറ്റും. ബോത്തെങ്കിൽ ബോത്ത്, സിംഗിൾ എങ്കിൽ സിംഗിൾ. കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നമ്മളെ കൊണ്ട് പറ്റാത്ത വേറെ ഒരു കാര്യമില്ല. ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കി ചെയ്യുന്ന കോഴ്സുകളല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എല്ലാവരും നമുക്ക് പറ്റുന്നൊരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ആരെക്കാളും നിങ്ങൾ പിന്നിലുമല്ല, ആരെക്കാളും നിങ്ങൾ താഴെയല്ല. നമ്മളെല്ലാവരും ഈക്വലാണ്. നമ്മൾ പെർഫോം ചെയ്യണം. നമ്മൾ പെർഫോം ചെയ്താലേ നമ്മളെ ആൾക്കാരെ അടിപൊളി എന്ന് പറയും. അപ്പോൾ സൂപ്പറായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക, പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പും ടെലഗ്രാം ചാനലിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അവിടെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഡൗട്ടുകൾ വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. കൂടാണ്ട് ഞാൻ പറഞ്ഞ MCQൻ്റെ ഡിസ്കഷൻ, പുതിയ ക്ലാസ്സുകൾ വരികയാണെങ്കിൽ അത് ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, സ്കാനേഴ്സ്, കോപ്പീസ്, നോട്ടിഫിക്കേഷൻസ്, ക്ലാരിഫിക്കേഷൻ, ഇതെല്ലാം ക്യുക്കായിട്ട് നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റുകൾ കിട്ടും. ഒരുപാട് കൂട്ടുകാരുണ്ട് അവിടെ. നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാം, സംസാരിക്കാം, നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാം, നന്നായിട്ട് പഠിക്കാം. ഒരുപാട് ഹെൽപ്പുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. പഠിക്കുക, പാസ്സാവാം, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് പിന്നെ ഒരിക്കൽ കാണാം. ഓക്കെ, ബൈ.